ഹലോ എവറി വൺ വെൽക്കം ടു സൂപ്പർ ട്യൂട്ടർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗൂഗിൾ ഫോമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിൾ ഫോം എന്താണ്. ഗൂഗിൾ വർക്ക് സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ ഓൺലൈൻ ടൂളാണ് അല്ലേ. അപ്പോൾ ഗൂഗിൾ ഫോമിന് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫീഡ്ബാക്ക് ഉണ്ടാക്കാൻ, സർവേ കണ്ടക്ട് ചെയ്യാൻ, ഒരു ഓൺലൈൻ എക്സാമോ ക്യൂസോ കണ്ടക്ട് ചെയ്യാൻ, രജിസ്ട്രേഷൻ ഫോമായിട്ട്, അങ്ങനെ എത്ര യൂസേഴ്സ്. അപ്പോൾ ഗൂഗിൾ ഫോമിൻ്റെ ഒരു ബേസിക് ഐഡിയ കൊണ്ടുവരലാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗൂഗിൾ ഫോം എങ്ങനെ ഓപ്പൺ ചെയ്യുക, ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫില്ല് ചെയ്യണം, ലിങ്ക് എങ്ങനെ ജനറേറ്റ് ചെയ്ത് ഒരാളിലേക്ക് എത്തിക്കണം, അതേപോലെ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യാൻ വരെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കിയാലോ. സോ ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഏതൊരു വെബ് ബ്രൗസർ ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. അപ്പം ഇവിടെ നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഞാനിവിടെ എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്യാണ്. നിങ്ങളുടെ പാസ്വേഡ് ഒക്കെ അടിച്ച് ലോഗിൻ ചെയ്യുക. ഞാൻ എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ 9 ഡോട്ട്സ് കണ്ടു. ഈ ഒരു 9 ഡോട്ട്സിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോംസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ആയി വന്നു. ഇതല്ലാതെ നിങ്ങൾ ഓൾറെഡി ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ തന്നെ 9 ഡോട്ട്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഗൂഗിൾ തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അവിടുന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ചെയ്യാം. ഓരോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് ഗൂഗിൾ ഫോം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താലും മതി. അപ്പോഴും ഇതേ ഇത് സാധനം തന്നെയാണ് നോക്കുക. പക്ഷെ നിങ്ങൾ മെയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ ഫോമിൻ്റെ നിങ്ങൾ അടിക്കുമ്പോൾ തന്നെ വരുന്ന ഒരു പേജാണിത്. സോ എന്തൊക്കെ ഇവിടെ അവൈലബിൾ ആണ്? ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോൺടാക്ട് ഇൻഫോർമേഷനോ ടീഷർട്ട് സൈനപ്പോ, അങ്ങനെ പാർട്ടി ഇൻവൈറ്റ് ഉണ്ട്, ഇവന്റ് രജിസ്ട്രേഷൻ ഉണ്ട്, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ടെംപ്ലേറ്റ്സ് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ ഫോംസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തമായിട്ടൊരു ബ്ലാങ്ക് ഫോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഓപ്പൺ ആയി വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ടൈറ്റിൽ, ഇഷ്ടമുള്ള ടൈറ്റിൽ, നിങ്ങളിപ്പോൾ ഒരു ഫീഡ്ബാക്ക് ഫോം ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. രജിസ്ട്രേഷൻ ഫോം ആണെങ്കിൽ രജിസ്ട്രേഷൻ ഫോം കൊടുത്താലും മതി. സോ ഞാനിവിടെ ഫീഡ്ബാക്ക് ഫോം ആണ്, അതുകൊണ്ട് ഞാൻ ഫീഡ്ബാക്ക് ഫോം ആണ് കൊടുക്കാൻ പോകുന്നത്. ഫീഡ്ബാക്ക് ഫോം, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുക്കാം. അപ്പം ഞാൻ ഫീഡ്ബാക്ക് ഫോർ ദ ക്ലാസ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ചോദിക്കാൻ പോകുന്നത് വാട്ട് ഇസ് യുവർ നെയിം എന്നാണ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്. അതിനനുസരിച്ച് എനിക്ക് ഷോർട്ട് ആൻസർ ആണ് വേണമെങ്കിൽ ഞാൻ ഷോർട്ട് ആൻസർ എന്ന് കൊടുത്തു. അങ്ങനെ പല പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി എനിക്ക് ഇവിടെ ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഞാൻ ഷോർട്ട് ആൻസർ കൊടുത്തു. ഇനി നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കൊരു ഇമേജ് ആയിട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇമേജ് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടൊന്നും വരണം. ഇനി അഥവാ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ ഡിലീറ്റ് ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇത് നിർബന്ധമായിട്ട് മാൻഡറ്ററി ആയിട്ട് നിങ്ങൾ ആരാണോ റെസ്പോൺസ് തരുന്ന ഗൂഗിൾ ഫോമിൽ അവരത് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് റിക്വയർഡ് എന്ന് കൊടുക്കുക. നിർബന്ധമായും ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിന് റിക്വയർഡ് എന്ന് കൊടുക്കുക. അപ്പം അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത്. അതേപോലെ എത്ര ടൈപ്പ് ഓഫ് ആൻസേഴ്സ്, നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എത്ര ടൈപ്പ് ഓഫ് ആൻസറിങ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു ഓപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. ഷോർട്ട് ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് പാരഗ്രാഫ് ആൻസേഴ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്, എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾ പാരഗ്രാഫിൽ നിന്ന് കൊടുക്കുക ആൻസർ. അതേപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ, മൾട്ടിപ്പിൾ ചോയ്സ് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ, നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടിപ്പിൾ ചോയ്സ്. ഇപ്പം ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. സോ വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിങ് ഇൻ, അതാണ് എൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. അപ്പം ഞാനിവിടെ മൾട്ടിപ്പിൾ ചോയ്സിന് കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് ക്ലാസ് 8 കൊടുത്തു ഞാൻ, പിന്നെ എനിക്ക് ക്ലാസ് 9 എന്ന് കൊടുക്കാം, പിന്നെ ഞാൻ ക്ലാസ് 10 എന്ന് കൊടുത്തു. സോ എനിക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ആ കുട്ടിക്ക് ചൂസ് ചെയ്യാം. അങ്ങനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവുക. ഇതുപോലെ പല പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട്, ഇപ്പം നിങ്ങൾ ചെക്ക് ബോക്സ് ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത് വെച്ചോളൂ. അങ്ങനത്തെ ആൻസേഴ്സ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യന് വേണമെങ്കിൽ. ചെക്ക് ബോക്സ് എന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ആൻസേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് മൾട്ടിപ്പിളിൽ നിങ്ങൾ ഒരുപാട് ഓപ്ഷൻ എടുത്താലും നിങ്ങൾക്ക് എന്താണ് ഒരു ചോയ്സ് അല്ലേ പറ്റും.
ഇവിടെ ചെക്ക് ബോക്സസിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ആൻസർ ആയിട്ടും കൊടുക്കാൻ പറ്റും. ഡ്രോപ്പ് ഡൗൺ മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ്, പക്ഷെ അതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ആൻസറിൽ നിങ്ങൾക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആൻസർ നിങ്ങൾക്കൊരു ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ലീനിയർ സ്കെയിലും റേറ്റിംഗും ആണ്. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും, ഒരു കാര്യത്തിന് നമ്മൾ റേറ്റിംഗ് കൊടുക്കുകയാണ്. നല്ലതാണോ മോശമാണോ നമുക്ക് റേറ്റ് ചെയ്യുന്നതാണ് റേറ്റിംഗ് ഓഫ് ദ ആൻസർ ഓപ്ഷൻ. അപ്പോൾ അതേപോലെ തന്നെ ലീനിയർ സ്കെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറിംഗ് സിസ്റ്റം 1 to 5 ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1 കൊടുക്കും, നല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 5 കൊടുക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഒരു ലീനിയർ നമ്പർ സിസ്റ്റമാണ് ലീനിയർ സ്കെയില്. റേറ്റിംഗ് വരുന്നത് ഒരു റേറ്റിംഗ് സ്റ്റാർസ് കൊടുക്കുന്ന പോലെ തന്നെയാണ്. പിന്നുള്ളത് എന്താണ് ഓപ്ഷൻസ്? മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ് ആണ്, ചെക്ക് ബോക്സ് ഗ്രിഡ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സസ് ആയിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാം. ഇവിടെയുള്ള പ്രത്യേകത വെച്ചാൽ അത് റോയും കോളം ആയിട്ടായിരിക്കും വരിക. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് നോക്കിയാലോ. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ ചൂസ് ഫ്രം ദ ബിലോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തു. അപ്പോൾ റോയിൽ എനിക്ക് ഇഷ്ടമുള്ള, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിന് കൊടുക്കുന്നു, ഇവിടെ ഞാൻ മാത്സ് എന്ന് കൊടുക്കുന്നു, ഇവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു, ഈസി, മോഡറേറ്റ്, ഹാർഡ്. ഓക്കെ, ഞാൻ അങ്ങനെ കൊടുത്തു. ഇതും എനിക്ക് എല്ലാവരും റെസ്പോൺസ് തന്നേ പറ്റൂ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ രണ്ടിനും റിക്വയർഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഇങ്ങനൊരു ഇത് കണ്ടോ, ചൂസ് ഫ്രോം ദ ബിലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോം ചെയ്ത് മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇതിൽ റോ ഉണ്ടാവും കോളം ഉണ്ടാവും. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം, അതേപോലെ മാത്സിൽ നിങ്ങൾക്ക് ഒരെണ്ണം ഓപ്ഷൻ ചൂസ് ചെയ്യാം ആ റോയിൽ നിന്ന്. അതേപോലെ ഉള്ളത് തന്നെയാണ് നമ്മുടെ ചെക്ക് ബോക്സ് ഗ്രിഡ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്ത് ഏതെങ്കിലും 2-3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ലൈക്ക് എനി ഓപ്ഷൻസ്. മറ്റത് ഒന്ന് മാത്രമാണെങ്കിൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളതുണ്ട്. അതേപോലെ നിങ്ങൾ ആൻസർ ഒരു ഡേറ്റ് ആവാം, നിങ്ങളുടെ ടൈം ആവാം, ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസറിങ് ഉണ്ടാവും. ഓക്കെ, സോ ഇത്രയാണ് ടൈപ്പ് ഓഫ് ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ഒക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഓൾറെഡി ഞാനിവിടെ പറയുന്നു, ഇത് ഫസ്റ്റ് ഓപ്ഷൻ, ഈ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സൈൻ നമുക്ക് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനുള്ളതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആഡ് ക്വസ്റ്റ്യൻ ആണത്. അത് ആഡ് ക്വസ്റ്റ്യൻ ആണ്. എനിക്കിത് വേണമെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്തു. സോ പിന്നുള്ളത് നിങ്ങൾക്ക് ഇമ്പോർട്ട് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഫോമിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് ഈ ഒരു ഓപ്ഷൻ വഴി അത് ആഡ് ചെയ്യാം. അതേപോലെ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും അല്ലാതെ തന്നെ ഇൻ ബിറ്റ്വീൻ ദ സെക്ഷൻ നിങ്ങൾക്ക് ഒരു ടൈറ്റിലോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് എന്തെങ്കിലും എക്സ്ട്രാ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഒരു ഇമേജ് ഇൻ ബിറ്റ്വീൻ ദ സെക്ഷൻ, ഈ ഒരു ഫോമിന്റെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്കൊരു ഇമേജ് ആഡ് ചെയ്തിട്ട് മേ ബി ആ ഇമേജ് ആഡ് ചെയ്തിട്ട് അതിന്റെ താഴെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ഇമേജിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആൻസർ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതേപോലെ ഒരു വീഡിയോ കാണിച്ചിട്ട് അത് ആക്കാം. അങ്ങനെ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങൾക്ക് ഒരു സെക്ഷൻ ആയിട്ട് മാറ്റാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്ഷനിൽ തന്നെ ഇപ്പോൾ ഒരു 27-30 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ആൻസർ ചെയ്യാൻ അത്ര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ 2 സെക്ഷൻ ആക്കിയിട്ട് ഒരു 6-7 ക്വസ്റ്റ്യൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. അപ്പോൾ അതൊരു നീറ്റ് ആൻഡ് ക്ലീനും ആയിരിക്കും, ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റും കൂടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ. സോ നിങ്ങൾക്ക് പല പല സെക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ആ സെക്ഷന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നെയിം കൊടുക്കാം, സെക്ഷൻ 2 എന്നോ അതിന് പറ്റിയൊരു ഡിസ്ക്രിപ്ഷനോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷൻ കൊണ്ടുപോകാം. സോ ഞാനിവിടെ എത്തി. എനിക്കൊരു ക്വസ്റ്റ്യനും കൂടെ വെറുതെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാനൊന്ന് കൊടുക്കുന്നുണ്ട്. റേറ്റ് അസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലീനിയർ സ്കെയിലിൽ കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ എന്താ നോട്ട് സാറ്റിസ്ഫൈഡ്, ഇവിടെ എക്സലന്റ്. ഓക്കെ, ഞാനങ്ങനെ കൊടുത്തു. അപ്പം അത് റിക്വയർഡ് ആയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒരു സെക്ഷൻ നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ചിട്ട്. ഇനി നമുക്ക് എന്താണ്, നമ്മൾ ഈ ഒരു ഫോം ഒന്ന് ഭംഗി വരുത്താനൊക്കെ നമുക്ക് തീമിന്റെ ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് അതിന്റെ ഹെഡർ സ്റ്റൈൽ മാറ്റാം, ക്വസ്റ്റ്യന്റെ ഫോണ്ട് മാറ്റാം, അതിന്റെ ഒരു നമ്പർ എത്രത്തോളം ഫോണ്ട് സ്റ്റൈൽ അങ്ങനത്തെ എല്ലാം മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഹെഡറിന്റെ നമുക്കൊരു ഇമേജ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം എനിക്ക് എന്ത് വേണേൽ വെക്കാം. ഞാനിപ്പോൾ ഇത് കൊടുക്കാന്ന് വെച്ചു. അത് വരുന്ന കാണിച്ചു തരാം. ഇങ്ങനെ എൻ്റെ ഫോമിനെ ഞാൻ ഒന്ന് ഭംഗി വരുത്തിക്കുകയാണ് ചെയ്തത്.
സോ ആ കളറൊക്കെ വന്നപ്പോൾ തന്നെ ഫോം ഒന്ന് മാറി അല്ലേ. സോ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഫോം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് കളർ മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം, അങ്ങനെ പല പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഇതാണ് നമ്മുടെ തീമിനെ കുറിച്ച്. പിന്നെ ഇതെന്താണ് പ്രിവ്യൂ. നിങ്ങളുടെ ഫോം ഒരാളിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഫീഡ്ബാക്ക് ഫോമിന്റെ പ്രിവ്യൂ. ഓക്കെ, അതാണ് ഇത്. പിന്നെ അൺഡു റീഡു നിങ്ങൾക്ക് അറിയുണ്ടാവും. നിങ്ങൾ ചെയ്ത് തെറ്റാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് അടിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ചെയ്യണമെങ്കിൽ അത് റീഡു. അതേപോലെ പിന്നെ എന്താ ലിങ്ക് ഷെയറിങ്ങും ഇതാണ്. അത് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റൂ. സോ നമുക്ക് അതിന് മുന്നേ ഒന്ന് സെറ്റിങ്സ് ഒക്കെ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വരുന്നത് മേക്ക് ദിസ് എ ക്വിസ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ടീച്ചേഴ്സോ അങ്ങനെ ക്വിസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പാർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഇത് കൊടുത്തു എന്ന് വെച്ചോ. അപ്പോൾ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇമീഡിയറ്റ്ലി ആഫ്റ്റർ സബ്മിഷൻ ഗ്രേഡ്സ് അപ്പം തന്നെ കാണിക്കണോ, അപ്പം തന്നെ കൊടുക്കണോ, അതോ നിങ്ങൾ മാനുവലി പിന്നെ എൻറ്റർ ചെയ്യുകയാണോ, പിന്നെ മിസ് ചെയ്ത ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് പിന്നെ ഇൻകറക്റ്റ് ആണെന്ന ക്വസ്റ്റ്യൻസ് അവർക്ക് കാണാൻ പറ്റണോ, കറക്റ്റ് ആൻസേഴ്സ് അവർക്ക് കാണിക്കണോ, അതേപോലെ പോയിന്റ് വാല്യൂ പോലെ കാണിക്കണം. ഇനി നിങ്ങൾക്ക് ഒരു പോയിന്റിന് എത്ര കൊടുക്കണം, ഇപ്പോൾ 5 points ആണെങ്കിൽ നിങ്ങൾക്ക് 5 points ഒരു ആൻസറിന് കൊടുക്കാം. അങ്ങനത്തെ ഓപ്ഷൻസ്. അതേപോലെ റെസ്പോൺസസിൽ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യണോ, അതോ റെസ്പോണ്ടേഴ്സിന് ഈ ഒരു റെസ്പോൺസ് അവർ തന്ന റെസ്പോൺസ് അവരിലേക്ക് എത്തിക്കണോ, പിന്നെ ഈ ഒരു റെസ്പോൺസ് പിന്നെ അവർക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണോ, പിന്നെ എത്ര റെസ്പോൺസ് ഒരാൾക്ക് തരാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ പ്രസൻറ്റേഷൻ പ്രോഗ്രസ് ബാർ അവർ ഓരോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും പ്രോഗ്രസ് ബാറിനെ കാണിക്കണോ, പിന്നെ ഷഫിൾ ചെയ്യണോ ക്വസ്റ്റ്യൻസ് ഒക്കെ, പിന്നെ ലാസ്റ്റ് കൺഫർമേഷൻ മെസ്സേജ് ഉണ്ടാവുമല്ലോ യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ്, അങ്ങനെ അത് എഴുതി കാണിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എഡിറ്റും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഷോ ലിങ്ക് ടു സബ്മിറ്റ് അനദർ റെസ്പോൺസ്, അവർക്ക് പിന്നെ ഒന്നുകൂടെ റെസ്പോൺസ് സബ്മിറ്റ് ചെയ്യാൻ ലിങ്ക് കൊടുക്കണോ, അതാണ് അവർ ചോദിക്കുന്നത്. റിസൾട്ടിന്റെ സമ്മറി കൊടുക്കണോ, അതേപോലെ ഓട്ടോ സേവ് ചെയ്യണോ, എല്ലാ റെസ്പോൺസിന്റെയും ഓട്ടോ സേവ് ഡിസേബിൾ ചെയ്ത് വെക്കണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഫോമിന്റെ ഡീഫോൾട്ട്സ് ഇത് നമുക്ക് കൊടുക്കാം. എല്ലാവരുടെയും ഇമെയിലും ഡീഫോൾട്ട് ആയിട്ട് എല്ലാത്തിലും എടുക്കണം എന്നുള്ളൊരു ഡീഫോൾട്ട് ഓപ്ഷനാണ്. അതേപോലെ ക്വസ്റ്റ്യൻസും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, മേക്ക് ക്വസ്റ്റ്യൻസ് റിക്വയർഡ് ബൈ റിഫോൾ. അപ്പോഴും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് വെക്കുന്നതാണ് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിനും അത് അപ്ലൈഡ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സെറ്റിങ്സ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ക്യൂസ് അല്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റാണ് കേട്ടോ. അപ്പം നമുക്ക് റെസ്പോൺസ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഇത് ലിങ്ക് ഷെയർ ചെയ്യണം. അപ്പോൾ അതിന് പബ്ലിഷ് ചെയ്യണം നമ്മൾ. സോ നമ്മളിത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിത് പബ്ലിഷ് ചെയ്യാണ്. ഓക്കെ, സോ ഞാനിത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താണ് ഷെയർ ഓപ്ഷൻ വന്ന് എനിക്ക് വേണമെങ്കിൽ മെയിൽ ID അടിച്ചിട്ട് എനിക്കിവിടെ ആർക്കൊക്കെ കാണാം അങ്ങനെ ഷെയർ ചെയ്യാം. എന്തൊക്കെ ആർക്കൊക്കെ ഷെയർ ചെയ്യാം, എഡിറ്റ് ചെയ്യാം, വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ ലിങ്ക് കൊടുക്കുന്നു, എനിക്ക് ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്യണം, അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കുന്നു. അതിൻ്റെ കൂടെ എനിക്ക് ഷോർട്ടൺ ചെയ്യാം. ഇത് വലുതല്ലേ ലിങ്ക്, അപ്പോൾ ഇതൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. അപ്പം ഞാനത് ഷോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് കോപ്പി ചെയ്തിട്ട് എനിക്കിപ്പോൾ എന്താ എനിക്കിതിൻ്റെ റെസ്പോണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം, ആ ലിങ്ക് എങ്ങനെ വരുന്നത്. അപ്പം ഞാനിവിടെ അത് അടിച്ചിട്ട് ഞാനിത് കാണിച്ചു തരട്ടെ. അപ്പം സോ എനിക്ക് ഈ ലിങ്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. അപ്പം ഞാനിവിടെ ഇത് കാണിച്ചു തരികയാണ്. സോ എനിക്ക് എൻ്റെ ഫീഡ്ബാക്ക് ഫോം കിട്ടി. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ എനിക്ക് ആ ഫീഡ്ബാക്ക് ഫോം വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു റെസ്പോണ്ടൻ്റ് ആയിട്ട് ചുമ്മാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നോക്കിയായിരുന്നു. ഞാൻ എൻ്റെ പേരടിക്കുന്നു, ഞാൻ ഏത് ക്ലാസ്സിലാണെന്ന് പറയുന്നു, എനിക്ക് ഇംഗ്ലീഷ് ഈസിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് അടിക്കുന്നു. നമുക്ക് മാത്സ് എനിക്ക് മോഡറേറ്റ് ആണ്, ഞാൻ നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, സോ നമ്മൾ സെക്ഷൻ 2 റേറ്റ് ചെയ്യാനാണ്. അപ്പം ഞാൻ നെക്സ്റ്റ് കൊടുത്ത് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് റെസ്പോൺസ് വന്നത്. അപ്പം നമുക്ക് കണ്ടോ നമ്മളെ ഫോമിലേക്ക് നമ്മൾ ബാക്ക് പോകുമ്പോൾ നമുക്ക് റെസ്പോൺസസിൽ ഞാൻ ചെയ്തത് വന്നിട്ടുണ്ട്. എൻ്റെ നെയിം എന്താ, ക്ലാസ് എന്താ, ഏതൊക്കെ ഞാൻ ചൂസ് ചെയ്തു എന്നൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു ഷീറ്റിലേക്ക് വരണമെങ്കിൽ എക്സൽ ഷീറ്റിലേക്ക് നിങ്ങൾക്കിതൊരു ഷീറ്റിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ അത് യൂസ് ചെയ്യാവുന്നതാണ്. സോ എനിക്കത് ഷീറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഡാറ്റ ഇതാണ്. ഓക്കെ, സോ അതിലൂടെ നിങ്ങൾക്ക് അങ്ങനെയും റെസ്പോണ്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് കിട്ടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, ഇതുപോലെ നിങ്ങളെ ലിങ്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു QR കോഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ
ഫോമിൻ്റെ QR കോഡ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് QR കോഡ് ജനറേറ്റർ എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സൈറ്റ് ഞാനിപ്പോൾ ഇതെടുക്കുകയാണ്. ഓക്കെ, അതിൽ ഞാൻ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു URL, ആ ഒരു ലിങ്ക് ഞാൻ ഇവിടെയും പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളിത് കണ്ടോ, ഇത് ജനറേറ്റ് ചെയ്ത് വന്ന് ഇവിടെ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യാൻ പറയാണ് നിങ്ങളുടെ റെസ്പോൺസ് വരേണ്ട ആൾക്കാരുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, അവർക്ക് ഈ ഒരു ലിങ്ക്, ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കിട്ടുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ. അതാണ് നമ്മളൊരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തത്, നമ്മളത് ജനറേറ്റ് ചെയ്തത്, അതേപോലെ QR കോഡ് ഫില്ല് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.